My dear learners, let us start the class. ലെറ്റസ് എന്ന് പറയുമ്പോൾ എത്രയെങ്കിലും വാദ്യമുണ്ട്. ഇതേപോലെയുള്ള കുറേ വാദ്യങ്ങൾ ഉണ്ടാകുന്ന മെത്തേഡ് ഇംഗ്ലീഷിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ ലെറ്റസ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ലെറ്റസ് എന്ന് പറയുമ്പോൾ നമ്മള് മറ്റേ ആളോട് കൺസെന്റിന് അനുമതി ചോദിക്കുക. അപ്പൊ അനുമതി ചോദിക്കുന്ന വാക്കുകൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ തരാം. ഞാൻ ചാപ്റ്ററിലേക്ക് കടന്നില്ല, കിടക്കുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് വാക്കുകൾ തന്നുകൊണ്ടിരിക്കും. Let us go outside, let us watch the movie, let us read, let us talk, let us go for an outing, let us go and have a cup of tea, let us do that, let us read, let us watch. അപ്പൊ എത്രയെങ്കിലും വാചകം. അപ്പൊ ആദ്യങ്ങൾ ഞാൻ ലെറ്റസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചപ്പോ എന്താ മനസ്സിലായി, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി. എത്രയെങ്കിലും നിങ്ങൾക്ക് വാചകം നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ടമാനത് അല്ലെ ലെറ്റസ് വാക്ക് ലെറ്റസ് എന്ന് മാത്രം പറഞ്ഞ പോലെയല്ലോ. അതുകൊണ്ട് എത്രയെങ്കിലും വാചകം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി, ആ കപ്പാസിറ്റിയാണ് നമ്മൾ ആദ്യം ഒരു പഠിതാവിനെ സംബന്ധിച്ച് വളരെയധികം അത്യാവശ്യം. അത് കിട്ടാതെടുത്തോളം ഏറ്റവും കുറ്റ കൗപശം എന്ന് പറയുന്നത് ഒറ്റ വീട് ഒറ്റ അർത്ഥമില്ല ഒരാൾ. അപ്പൊ നിങ്ങൾ ലെറ്റസ് എവിടെയാ ഉപയോഗിക്കുക? അത് ഞാൻ ഇനി എൻ്റെ ഇതിൽ കേൾക്കുന്ന സമയത്ത് നിങ്ങളത് എഴുതിയെടുത്ത് സമയം കിട്ടുമ്പോൾ ലെറ്റസിനെ കൊണ്ട് കുറേ വാചകം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥേഷ്ടം അത് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു, ഒന്നും കൂടി ഞാൻ പറയാം. ലെറ്റസ് ഗോ ഔട്ട്സൈഡ്, ലെറ്റസ് ഡു ദാറ്റ്, ലെറ്റസ് വാച്ച് എ മൂവി, ലെറ്റസ് റൈറ്റ് ഡൗൺ, ലെറ്റസ് ഗോ ആൻഡ് ഹാവ് എ കപ്പ് ഓഫ് ടീ. അപ്പോൾ ലെറ്റസ് അത് എത്രയെങ്കിലും വാചകങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാനുള്ള ഒരു എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വൈ വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ബൈ യൂസിങ് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇസ് എ സിമ്പിൾ റീസൺ. ഒറ്റ കാരണം, ഫോർമേഷൻ ഇൻകപ്പാസിറ്റി. ആ ഫോർമേഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഫോർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും ഇമ്പോർട്ടൻസ് തരിക. ഇപ്പോൾ ഫോർമേഷനാണ് ലെറ്റസിന്റെ ഫോർമേഷനാണ് നമ്മൾ. ലെറ്റസ് അല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ എന്താണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്? ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ സംഭാഷണം ചെയ്യുമ്പോൾ സാധാരണ വാക്യങ്ങൾ വരും, നെഗറ്റീവ് വാക്യങ്ങൾ വരും, അതായത് പോസിറ്റീവ് സെന്റൻസ് വരും, നെഗറ്റീവ് സെന്റൻസ് വരും, ക്വസ്റ്റ്യൻ സെന്റൻസ് വരും, എല്ലാം വരും അല്ലേ. ഇംഗ്ലീഷ് സാഹിത്യത്തില് ചെറിയ കുറച്ച് ചോദ്യപദങ്ങൾ പഠിച്ച ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഏത് ചോദ്യങ്ങൾ ചോദിക്കാം. whichever question you prefer to ask, you require to ask, you like to ask, you can form and ask. അത് എൻ്റെ ചെറിയ മണിക്കൂറുകളിലെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ അത്രയും സംസാരിക്കാനുള്ള ആ ചോദ്യപദങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിനെ സംബന്ധിച്ചുള്ള ഏത് ചോദ്യങ്ങൾ എൻ്റെ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ഏത് ചോദ്യം മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി ചോദിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, അതായത് സാധാരണ വാക്യം വരുന്നുണ്ട്, ചോദ്യപദങ്ങൾ വരുന്നുണ്ട്, നെഗറ്റീവ് സെന്റൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ആദ്യമായിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ തരുന്നത് ചോദ്യപദങ്ങളാണ്. അപ്പൊ ലെറ്റസിനെ കൊണ്ട് കാര്യം മനസ്സിലാക്കി. നമ്മളിപ്പോ അത് ഞാൻ ആദ്യം ഇനീഷ്യലി പറഞ്ഞപ്പോൾ അതിന്റെ ഒരു വിവരണം തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പോകുന്നത് ചോദ്യപദങ്ങളിലേക്കാണ്. എന്താ ഈ ചോദ്യപദം? അതായത് നമുക്ക് എടുത്ത ആദ്യം തന്നെ ആ ഹൗ വെച്ചിട്ടുള്ള ചോദ്യപദം, WH വെച്ചിട്ടുള്ള ചോദ്യപദം എങ്ങനെയൊക്കെയാണ് അത് ഇപ്പൊ പറയുന്നില്ല ഞാൻ. ഹൗ വെച്ചിട്ടുള്ള ചോദ്യപദം, ഹൗ, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ മെനി, ഹൗ ഫാസ്റ്റ്, ഇതൊക്കെ 6 ചോദ്യപദം ഇപ്പൊ തന്നത്. ഈ 6 ചോദ്യപദം കൊണ്ട് എത്രയെങ്കിലും വാചകം, എത്രയെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. അതായത് ഈ ലോകത്തുള്ള എല്ലാ മലയാളത്തിൽ പറയുന്നതിന് ഇംഗ്ലീഷ് ആക്കിക്കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വേർഡ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എത്രയെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ സിസ്റ്റമാണ് നമ്മൾ പോകുന്നത്. ആ സിസ്റ്റം ഉണ്ട് ഇംഗ്ലീഷ്. പക്ഷെ ആ സിസ്റ്റത്തിനെ കുറിച്ച് മേജർ പെർസെൻറ്റേജ് ഓഫ് യു ആൻഡ് വെൽ ക്വാളിഫൈഡ് ലേണേഴ്സ് ഡു നോട്ട് നോ ദാറ്റ്. അത്തരം വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അത്തരം ഒരു പ്രയോഗം ഉണ്ട് എന്നുള്ളത് അറിയില്ല. കാരണം ഒരാൾ പറയും 50 ചോദ്യം പഠിക്കാം, 100 ചോദ്യം, 50 ചോദ്യം 100 ചോദ്യം ഒന്നും പഠിക്കണ്ട. ആകെ ചെറിയ ലിമിറ്റഡ് നമ്പേഴ്സ് ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യം മേടിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം. ആ ഒരു മെത്തേഡാണ് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു വേൾഡ് വണ്ടർ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. ഔട്ട് ഓഫ് ദ 26 ആൽഫബറ്റ് ദ വേൾഡ് ലാംഗ്വേജ് ഫ്ലോസ്. എന്താണ് പറഞ്ഞത്? 26 അക്ഷരത്തിന് മേലെയാണ് വേൾഡ് ലാംഗ്വേജ് എഴുതുന്നത്. That is the technical secrecy of the language English, and that technical secrecy we want to make it in practical. അതിനെ പ്രായോഗികമായി കൊണ്ടുവരുന്ന മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഹൗയിലേക്ക് കിടക്കാം. ഹൗ എന്ന് പറഞ്ഞാൽ എത്ര, എങ്ങനെ അല്ലെ. നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ച് പോകാൻ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവും ഹൗ ഓൾഡ് ആർ യു, അതിലപ്പുറം ഉണ്ടാവില്ല ഇല്ലേ. അങ്ങനെയല്ല. ഹൗ ഓൾഡ് ആർ യു ഇപ്പൊ ചോദ്യമാണത്. ഹൗ ഓൾഡ് ഈസ് യുവർ ബ്രദർ, ഹൗ ഓൾഡ് ഈസ് യുവർ സിസ്റ്റർ, ഹൗ ഓൾഡ് ഈസ് യുവർ ഫാദർ, ഹൗ ഓൾഡ് ഈസ് യുവർ മദർ, ഹൗ ഓൾഡ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഹൗ ഓൾഡ് ഈസ് യുവർ
ക്ലോസ് ഫ്രണ്ട്, ഹൗ ഓൾഡ് ഇസ് യുവർ ഗേൾ ഫ്രണ്ട്, ഹൗ ഓൾഡ് ഇസ് യുവർ വൈഫ്, ഹൗ ഓൾഡ് ഇസ് യുവർ കിഡ്, ഹൗ ഓൾഡ് ഇസ് യുവർ നെയ്ബർ, ഹൗ ഓൾഡ് ഇസ് യുവർ ഇംഗ്ലീഷ് ടീച്ചർ. അപ്പൊ എത്ര ചോദിക്കാം? എത്രയെങ്കിലും ചോദ്യം. അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഹൗ എന്ന ചോദ്യപദത്തിന്റെ മലയാള അർത്ഥം മനസ്സിലാക്കുക. അതിന്റെ പുറമെ മലയാളം മനസ്സിലാക്കാതെ ഇംഗ്ലീഷ് ബന്ധുവയ്ക്കുന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും നടക്കാത്ത കാര്യമാണ്. നമ്മൾ അങ്ങനെ ഇങ്ങനെ ഈ സിസ്റ്റത്തിൽ പഠിച്ചു. അപ്പൊ ഹൗവിനെ കൊണ്ട് എത്രയെങ്കിലും ചോദ്യം ഉണ്ടാക്കാം അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നത് ഹൗ ഓൾഡ് ആർ യു, മാഷും പറഞ്ഞു, കുട്ടികളും പറഞ്ഞു, പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്താണ് എങ്ങനെയെന്നുള്ള മലയാളത്തിൽ വരുന്ന ഏത് ചോദ്യവും നമുക്ക് ചോദിക്കാൻ എന്താ വേണ്ടത്? ഹൗ. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഹൗ ഓൾഡ് ആർ യുവർ ബ്രദർ, ഹൗ ഓൾഡ് ആർ യു, ഹൗ ഓൾഡ് ഈസ് യുവർ മദർ, ഹൗ ഓൾഡ് ഈസ് യുവർ ഫാദർ, ഹൗ ഓൾഡ് ഈസ് യുവർ അങ്കിൾ, ഹൗ ഓൾഡ് ഈസ് യുവർ ഇംഗ്ലീഷ് ടീച്ചർ, ഹൗ ഓൾഡ് ഈസ് യുവർ ബ്രദർ, ഹൗ ഓൾഡ് ഈസ് യുവർ സിസ്റ്റർ, ഹൗ ഓൾഡ് ഈസ് യുവർ കിഡ്, ഹൗ ഓൾഡ് ഈസ് യുവർ വൈഫ്, ഹൗ ഓൾഡ് ഈസ് യുവർ നെയ്ബർ, ഹൗ ഓൾഡ് ഈസ് യുവർ ഫ്രണ്ട്, ഹൗ ഓൾഡ് ഈസ് യുവർ. ഇത് ഞാനിപ്പം സ്റ്റേജിൽ പറയുമ്പോൾ യു ഹേവ് ടു നോട്ട് ഡൗൺ ഇൻ എ ഡയറി ഓർ എ നോട്ട് ബുക്ക്. അത് നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങളെ സ്വന്താക്കണം. എന്നിട്ട് നിങ്ങൾ വായിക്കണം. ഞാനിത് നിങ്ങളെ എല്ലാവരും എൻ്റെ ഈ പിന്നെ ഓൺലൈനിൽ ഈ ക്ലാസ് കേൾക്കുന്നവരെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാവണം എന്ന ഒരു നിർബന്ധ ബുദ്ധി കൂടി എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാനിപ്പോൾ തുറന്നു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൗ എന്ന ചോദ്യത്തിന് നിങ്ങളൊരു 4-5 ഉദാഹരണം ഇപ്പോൾ എഴുതി വെക്കുക. നെക്സ്റ്റ് പേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഹൗ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. എത്ര എന്നല്ലേ ഹൗ. അപ്പോൾ എത്ര എന്നുള്ളതിനെ പറ്റി ഞാൻ കുറേ ഉദാഹരണം തന്നു. അത് നിങ്ങൾ 2-3 ഉദാഹരണം എഴുതുക. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഉദാഹരണം എഴുതിയാൽ പഠിക്കണം. അത് എന്തിനാ വെച്ചാൽ നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുക ലാംഗ്വേജ് റിക്വയർഡ് ആക്ടിവിറ്റി വിത്ത് ദ ബ്രെയിൻ എന്നാണ് പറയുന്നത്. അത് നമ്മൾ അതായത് മെമ്മറി ആൻഡ് തോട്ടുമായിട്ട് ഭാഷ ആക്ടിവിറ്റി. എന്നാൽ നിങ്ങൾക്ക് വെന്നെവർ യു ഓപ്പൺ ദ മൗത്ത് യു വിൽ ഗെറ്റ് ദ കപ്പാസിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. എന്നാൽ മാത്രമേ വാ തുറക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. പക്ഷെ ബേസിക്കലി ഇത്തരം കാര്യങ്ങൾ ആദ്യം പഠിച്ചെടുത്തേ പറ്റും. അപ്പൊ പഠിച്ചെടുക്കണം. എന്നിരുന്നാലും മാത്രമേ പിന്നെ ഡെവലപ്മെന്റ് ചെയ്യില്ലാകുമ്പോൾ അത് ബ്രെയിൻ എല്ലാ ആക്ടിവിറ്റിയും ഭാഷയായിട്ട് ഭാഷ എല്ലായിട്ട് ഒഴിവും. ഫ്ലുവൻസി മെത്തേഡ്സ് ഒക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യപദത്തിലേക്ക് പോകാം. ഇപ്പൊ ഹൗ എന്ന ചോദ്യപദം പഠിച്ചു, അതിന് മലയാളം പഠിച്ചു, അതിന്റെ കുറെ എക്സാമ്പിൾ പഠിച്ചു. നിങ്ങൾ എനിക്ക് കുറെ എക്സാമ്പിൾ എഴുതിയെടുക്കാം കേട്ടോ. സെക്കൻഡ് ഹൗ മച്ച്. ഹൗ മച്ച് എന്താണ്? എല്ലാ ഒരു വേർഡിനെ ചിലപ്പോൾ ഡയറക്റ്റ് മീനിങ് ഇല്ലാത്ത കുറേ അധികം വേർഡുകൾ ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് അത് അതിനെ കൊണ്ട് വാട്ട് ഇൻഡിക്കേറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്, അത് എന്താണ് കാണിക്കും? ഇൻഡിക്കേറ്റ് മീൻസ് ഇറ്റ് ഷോസ്. എന്താണ് കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയെങ്കിലും വാല്യം ഉണ്ടാക്കാം. ഹൗ മച്ച് ആണ് ഇപ്പൊ രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഹൗ മച്ച് എന്താ അതിന്റെ അർത്ഥം? ഹൗ മച്ച് എന്ന് പറയുമ്പോൾ അതായത് അളവ് തൂക്കത്തിൽ നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾക്കൊക്കെ നമുക്ക് ചോദിക്കുക ഹൗ മച്ച് ആണ്. അവിടെ ഒരു പീടിയെ പറ്റി പറയുന്നത് കുറച്ച് അരിവാണ് എന്ന് പറയുമ്പോൾ പീടിയക്കാരൻ നമ്മളോട് ചോദിക്കുന്നത് എത്ര അരി വേണം, ഹൗ മച്ച് റൈസ് യു വാണ്ട്, കണ്ടോ? അപ്പൊ അളവ് തൂക്കത്തിൽ വരുന്ന സാധനങ്ങൾക്ക് നമ്മൾ ചോദിക്കുന്നത് ഹൗ മച്ചാണ് ഉപയോഗിക്കുക. അപ്പോ ഹൗ മച്ചിനെ കൊണ്ട് അതേപോലെ എത്രയെങ്കിലും വാചകങ്ങൾ ഉണ്ടാക്കുക. നമുക്ക് ഒറ്റ ഉദാഹരണം കിട്ടിയാൽ പോരാ. കൃത്യമായിട്ട് അതിന്റെ ഹൗ മച്ച് എവിടെയാണ് ഉപയോഗിക്കുന്നത്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, വാട്ട് ഇറ്റ് ഷോസ് റിയലി, അത് എന്താണ് കാണിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുറെ ചോദ്യപദം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വായിൽ നിന്നും ഇതുപോലെ ഒഴിവും. ഈ ഒഴുക്ക് വരണല്ലോ. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഫ്ലുവൻസി കിട്ടുക. മനസ്സിലായില്ലേ? അപ്പോ ഹൗ മച്ചിലേക്ക് ഞാൻ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹൗ മച്ച് അതായത് നമ്മളെ അളവ് തൂക്കത്തിൽ നമ്മൾ പീടിയെ പോയിട്ട് ചോദിക്കുകയാണ് കുറച്ച് അരി വേണം. അപ്പൊ അയാൾ ചോദിച്ചു ഹൗ മച്ച് ക്വാണ്ടിറ്റി യു വാണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അടുത്തേക്ക് അതിന്റെ വസ്തുവിന്റെ പേര് വെക്കാം. അപ്പൊ എത്ര വസ്തുവിന്റെ ലോകത്തില് തൂക്കത്തിൽ തരുന്നേ, അളവിൽ തരുന്നേ. അപ്പൊ ഇതെല്ലാം നമുക്ക് എത്ര ഇതിൽ പറയാം. ഹൗ മച്ച് റൈസ് യു വാണ്ട് എഴുതി വെച്ചോളൂ. How much money you want? How much cucumber you want? How much kerosene you want? അത് അളവ് തൂക്കം രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അളന്നിട്ടാണ് നമുക്ക് കെറോസിനൊക്കെ തരുന്നത്, മണ്ണെണ്ണയൊക്കെ അല്ലേ. How much milk you want? അപ്പൊ അങ്ങനെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും വെച്ചിട്ട് നമ്മൾ അവമച്ച് പറഞ്ഞാൽ അളവ് തൂക്കത്തിൽ തരുന്ന എല്ലാ സാധനങ്ങൾക്കും നിങ്ങൾക്ക് അവമച്ച് പറയും എന്നൊരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ എന്താ അറിയോ, ഏത് വാചകം നമ്മൾ ഉപയോഗിക്കുന്നു, വി മസ്റ്റ് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്. അത് എവിടെയാണ് ഉപയോഗിക്കുന്ന ആ വേർഡ് എന്നുള്ള കൃത്യമായ ഒരു ധാരണ, കൃത്യമായി നമ്മളൊരു മനസ്സിലാക്കി നമ്മൾ ഉണ്ടായിരിക്കും. എന്നാൽ നമുക്ക് വെരി ഓപ്പൺലി വി ക്യാൻ ഡു ടോക്ക് വിത്തൗട്ട് ഫിയർ. അതായത് ചില ആൾ പറയും എന്താ നിങ്ങൾ സംസാരിക്കാത്തത്. ഞാൻ നിങ്ങളെ അറിവിലേക്ക് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയാലേ നമുക്ക് ഇംഗ്ലീഷിലുള്ള പരിധിയുള്ളൂ. കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. കോൺഫിഡൻസ് അല്ല, ലാക്ക് ഓഫ് നോളജ് ആണ് ശരിക്കും. വെറും വിശ്വാസം ഉണ്ടായാൽ എനിക്കിപ്പോൾ അറബിക്ക് ഉണ്ടാൻ പറ്റുമോ, തമിഴ് ഉണ്ടാൻ പറ്റുമോ, നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
ആ കറക്റ്റായിട്ടുള്ള ആ വേർഡിന്റെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ ഒരു 5-10 ഉദാഹരണം എഴുതി കഴിഞ്ഞ് അതിന് 2-3 പ്രാവശ്യം റിവൈസ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാലോ എത്രയും വാല്യം ഉണ്ടാക്കാം. അപ്പോൾ ഹൗ മച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് അതെന്താണ് മെൻഷൻ ചെയ്ത്. അളവ് തൂക്കത്തിൽ നമ്മൾ ഏത് സാധനം ചോദിച്ചു കഴിഞ്ഞാലും വാങ്ങുന്നതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക, ഹൗ മച്ച്. അപ്പൊ ഞാനിപ്പോ എഴുതിയ ഉദാഹരണം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. അല്ല നിങ്ങൾക്ക് എപ്പോൾ ഓപ്പൺ ചെയ്ത് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് കേൾക്കുന്നുണ്ട് എന്നാലും മനസ്സിലാവും. എന്നിരുന്നാലും യുവർ ഓൺ എക്സാമ്പിൾസ് യു ഹാവ് ടു റൈറ്റ് യുവർ ഓൺ എക്സാമ്പിൾസ്, then the thing become okay and you get the confidence. After that you can build up the confidence. ഒക്കെ ചെയ്യണം. ഒക്കെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കണക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനുണ്ട്. പക്ഷെ ഞാനിവിടെ വെറും ബേസിക്കലി ഇപ്പൊ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചാപ്റ്റർ തന്നുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ചാപ്റ്ററിലെ ഓരോ ക്വസ്റ്റ്യൻ വേർഡും എങ്ങനെ ഉപയോഗിക്കുക എന്ന് മാത്രം വിവരണം തരുന്നത്. ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കില്ല. അപ്പൊ ഹൗ കിട്ടി, എങ്ങനെ, ഹൗ മച്ച് കിട്ടി, അതായത് അളവ് തൂക്കുക. ഹൗ മച്ച് റൈസ് യു വാണ്ട്, ഹൗ മച്ച് വീറ്റ് യു വാണ്ട്, ഹൗ മച്ച് കുക്കുംബർ യു വാണ്ട്, ഹൗ മച്ച് കെറോസിൻ യു വാണ്ട്, ഹൗ മച്ച് മിൽക്ക് യു വാണ്ട്, ഹൗ മച്ച് ഗീ യു വാണ്ട്, എല്ലാം ഇങ്ങനെ അളവ് തൂക്കത്തിൽ തരുന്നു. ഹൗ മച്ച് പെട്രോൾ യു വാണ്ട്, ഹൗ മച്ച് ഡീസൽ യു വാണ്ട്. കണ്ട, ഇതല്ല നിങ്ങൾക്ക് ഇപ്പൊ ഹൗ മച്ച് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഹൗ മച്ച് എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞ് എവിടെയാണ് വരുന്നത്. അതായത് നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഹൗ വെച്ചിട്ടുള്ള ഒരു 6 ചോദ്യവത ഇന്നത്തെ ഞാൻ ക്ലാസ്സിൽ തരുന്നത് നിങ്ങൾക്ക്. ഞാൻ എൻ്റെ പഠിതാക്കളോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് ഓപ്പണായിട്ട്. എനിക്ക് അതായത് നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്നതിൽ സംസാരിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കും. അത് ചെയ്യാൻ കഴിയുമെന്നത് തീർച്ചയാണ്. such a type of guidance you can expect from my part, and beyond I am giving such a guidance, proper guidance. പ്രോപ്പർ ഗൈഡൻസ് എന്നാൽ എന്തുകൊണ്ട് അത്ര കൺഫേമിറ്റിൽ ഞാൻ പറയുന്ന പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല. ആ പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറയുന്നത് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനുള്ള അത്രയും കാലത്തെ പരിചയവും അനുഭവം കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളാണ് ഞാൻ. എൻ്റെ പേര് വീന്ദ്രൻ. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി, അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് വരുന്നു. 3ാമത്തെ ക്വസ്റ്റ്യൻ ബോർഡ് നിങ്ങൾക്ക് തരികയാണ്. ഹൗ എടുത്തു, ഹൗ മച്ച് എടുത്ത്, ഹൗ ഫാർ. ഫാർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ശരിക്ക്? ഫാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് എന്ത് അർത്ഥമാക്കുന്നത്, അത് എവിടെ ഉപയോഗിക്കുന്നത് എന്ന ധാരണ നമുക്ക് ഉണ്ടായിരുന്നു. ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ആ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ആകുമ്പോൾ നിങ്ങൾക്ക് വാ തുറക്കുമ്പോൾ ഇംഗ്ലീഷ് ഫ്ലോ ചെയ്യും. ഇപ്പോൾ ഹൗ ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ്. ഡിസ്റ്റൻസ് എന്ന മലയാളത്തിൽ അർത്ഥം ദൂരം. ഓടി വേടാ ഇങ്ങനെ ഉണ്ടാകും. ആദ്യത്തെ ഉദാഹരണം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഹൗ ഫാർ ഈസ് ഫ്രം ഹിയർ ടു മാംഗ്ലൂർ. ഞാൻ പറഞ്ഞത് ഹൗ ഫാർ, എത്ര ദൂരം ടു മാംഗ്ലൂർ. ലേക്ക് ഉണ്ട്, ഇതിന്റെ അർത്ഥം പ്രൊപ്പോസിഷൻ ആണ്. അത് ഞാൻ പ്രൊപ്പോസിഷൻ ഇപ്പൊ പഠിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓൺലി ദ ക്വസ്റ്റ്യൻ ചാപ്റ്റർ. ടു എന്ന് ചേർക്കുന്നത് പ്രൊപ്പോസിഷൻ ആണ്, നമുക്ക് പിന്നീട് പറയാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ തൽക്കാലം മനസ്സിലായി ലേക്ക് ഏടുന്ന് ആടത്തേക്ക് എന്ന് നമ്മൾ പറയുന്നില്ലേ, മംഗലാപുരത്തേക്ക്. അപ്പൊ മംഗലാപുരത്തേക്ക് മാത്രം നിങ്ങളുടെ ലോകത്തിലെ ഓരോ സ്ഥലവും ഇങ്ങനെ പറഞ്ഞോട്ടെ. How far is from here to Mangalore? How far is from here to Bombay? How far is from here to Calcutta? How far is from here to... അത് എത്ര പറയാ, എത്ര സ്ഥലമുണ്ട് ലോകത്ത്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ എന്താ പഠിച്ചത്? കോടി ഫോർമേഷനാണ് പഠിച്ചത്. അപ്പൊ ഈ കോടി വാചക നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ആ കോൺഫിഡൻസ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പഠിക്കണം. അതായത് those who join in my course, definitely I can give assurance. Those who attend before my class definitely attain the capacity to communicate by using the language English. No doubt such an assurance language. അങ്ങനത്തെ ഒരു വാഗ്ദാനം. ഞാൻ ഒരു കൊല്ലം കണ്ടിന്യൂസ് ക്ലാസ് നടത്തുന്നതാണ്. വളരെ മോട്ടിവേറ്റ് റേറ്റ് ആണ്. അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പം ഞാൻ ക്ലാസ്സിലാണ്ടത് ഹൗ കഴിഞ്ഞു, എത്ര എങ്ങനെയെന്നുള്ള അർത്ഥം കിട്ടി, അതിലുള്ള ഉദാഹരണം കിട്ടി. ഹൗ മച്ച് തന്നു, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അളവ് തൂക്കങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഹൗ മച്ച് ഉപയോഗിക്കണം നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ 3ാമത് എടുത്ത വീട് എന്താണ്? ഹൗ ഫാർ അല്ലെ. ഈ ഫാർ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ മലയാളം എന്താണ്? ദൂരം അല്ലെ. ആ അപ്പൊ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം ഒന്ന് എഴുതി വെക്കുക. ഹൗ ഫാർ ഈസ് ഫ്രം ഹിയർ ടു കാലിക്കറ്റ്. ഹൗ ഫാർ ഈസ് ഫ്രം ഹിയർ ടു കാസർഗോഡ്. ഹൗ ഫാർ ഈസ് ഫ്രം ഹിയർ ടു കൂത്തുപറമ്പ്. ഇനി ഈ ലോകത്തിലെ എല്ലാ പേരും പറയുമ്പോൾ നിങ്ങൾ എത്ര ഒറ്റ വേർഡിൽ പഠിച്ച ഫോർമേഷൻ? കോടിയാണോ? അല്ല, ഇത് കൂടുതലാണ്. How far is from here to your house? How far is from here to railway station? How far is from here to Kasaragod police station? How far is from here to collectorate? How far is from here to എത്രയെങ്കിലും? How far is from here to medical? How far is from here to
റേഷൻ ഷോപ്പ് ഇല്ലേ പറഞ്ഞില്ലേ. How far is from here to school? How far is from here to your college? അപ്പൊ കോടി ഫോർമേഷനാണ് ഇപ്പൊ ഞാൻ മൂന്നാമത്തെ തന്നത്. അല്ലാതെ നമുക്ക് സാധാരണ 50 ചോദ്യം ഇന്ന് പഠിക്കാം, 100 ചോദ്യം നാളെ പഠിക്കാം. ദാറ്റ് ആർ നോട്ട് ദ സിസ്റ്റമാറ്റിക് മെത്തേഡ് ജസ്റ്റ് ടു സ്റ്റഡി ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. നോ നോ നോ, ഐ എം നോട്ട് ബ്ലേമിംഗ് എനിബഡി, ബട്ട് ഓപ്പൺ ഫാക്ട് ഐ ടോൾഡ് യു ജസ്റ്റ് നൗ. ചില സത്യം ഞങ്ങളടുത്ത് പറഞ്ഞു മാത്രം. അപ്പോൾ നമുക്ക് ഈ 4ാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുത്തേ പറ്റും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുത്തേ പറ്റും. അപ്പോൾ ഓരോ ഉദാഹരണം ഞാൻ ഒന്നുകൂടി ഹൗ ഫാറിൻ്റെത് ഒരു ഉദാഹരണം കൂടി ഇരുന്ന് എഴുതാത്തവർക്ക് എഴുതിയെടുക്കാം. ഹൗ ഫാർ ഈസ് ഫ്രം ഹിയർ ടു മാംഗ്ലൂർ. ഹിയറിന്റെ അർത്ഥം എന്താണ്? ഹിയർ ഇവിടെ നിന്ന്, ടു ലേക്ക്. അപ്പൊ കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് അങ്ങനെ പറയുമ്പോൾ എത്രയെങ്കിലും സ്ഥലം പറയാം അല്ലേ. അപ്പോ ഹൗ, ഹൗ മച്ച്, ഹൗ ഫാർ. ഇനി നമുക്ക് അടുത്ത വേർഡിലേക്ക് പോകാം. ഹൗ ലോങ് എഴുതണം. നല്ല ഇംഗ്ലീഷ് നോക്കിയിട്ട് എപ്പോഴും കേട്ടാലും നിങ്ങൾ എഴുതുമ്പോഴാണ് കൈക്ക് ബ്രെയിനിനും എല്ലാം ഒരുപോലെ പ്രാക്ടീസ് കിട്ടണം. അതായത് ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് ഇംഗ്ലീഷ് പഠിക്കേണ്ട മെത്തേഡിനെ പറ്റി പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പിക്കുക. ഈ ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കേൾക്കുവാണല്ലോ, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ലിസണിങ് മെത്തേഡ് അല്ലേ. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ അത് ടങ് പ്രാക്ടീസ് ചെയ്യണം. ടങ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇത് ആവർത്തിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് ഹൗ, ഹൗ മച്ച്, ഹൗ ഫാർ കിട്ടി അല്ലേ. എല്ലാത്തിന്റെയും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കണം. നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഇപ്പൊ എഴുതി എന്ന് പറഞ്ഞതാണ് ഹൗ ലോങ്. ഹൗ ലോങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? ടൈമാണ്. ടൈം ഇൻഡിക്കേറ്റർ ആണ് ഹൗ ലോങ്. ലോങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടൈം. ഹൗ ലോങ്, ഹൗ ലോങ് ദ ബസ് വിൽ ടേക്ക് ടു മാംഗ്ലൂർ, ഹൗ ലോങ് ദ ട്രെയിൻ വിൽ ടേക്ക് ടു ട്രിവാൻഡ്രം. ഉണ്ടോ? ലോങ് ദ ബസ് വിൽ ടേക്ക് ടു കൽക്കട്ട. ഇങ്ങനെ എത്രയെങ്കിലും ലോകത്തുള്ള പിന്നെയും പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഞാൻ തരുന്ന എത്രയാണ്? കൂടി ഫോർമേഷൻ കപ്പാസിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, ഇനീഷ്യലി തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? ഫോർമേഷൻ കഴിയുന്നില്ല. അപ്പൊ ആ ഫോർമേഷനാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പഠിച്ചെടുക്കേണ്ടത്. ഫോർമേഷൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മളെല്ലാം മലയാളീസാണ്. മലയാളത്തിൽ ഏത് ഇംഗ്ലീഷിലേക്ക് വരുന്ന വാക്യത്തിനെയും നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാനുള്ള കപ്പാസിറ്റിയും ബിൽഡപ്പ് ചെയ്യാം. എല്ലാ മലയാളവും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടല്ലേ പറയുന്നത്. എന്താണ് ഇങ്ങനെയുള്ള ഒന്നിനെ കൊണ്ട് കോടി വേർഡുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അതെല്ലാം ഞാൻ പിന്നീട് സബ്സിക്വന്റ് ക്ലാസ്സിൽ എല്ലാ കാര്യവും പറഞ്ഞുതരാം. അതല്ലേ, ഒരു വേർഡ് കൊണ്ട് തന്നെ ഒരു ഒറ്റ വേർഡ് കൊണ്ട് എത്രയെങ്കിലും ഉണ്ടാക്കാം. ഡയറക്റ്റ് മീനിങ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ. അത് പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. വലിയ കയറ്റ് പൂച്ച നേരത്തെ പറഞ്ഞ പോലെ കൗ പശു ഇതേ കയ്യിലുണ്ടാവും. അതിന് ഒരു അർത്ഥമില്ല. ഓക്കെ. അപ്പോൾ ഹൗ, ഹൗ മച്ച്, ഹൗ ഫാർ, പിന്നെ ഹൗ ലോങ്. ഇപ്പൊ ഞാൻ എടുത്തു 4ാമത്തെ അല്ലേ. അപ്പൊ ലോങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ടൈം ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം ടൈം ഇൻഡിക്കേറ്റർ. അപ്പൊ ഞാൻ അതിന് ഉദാഹരണം തന്നു. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി എത്ര സമയം എടുക്കും? ഇവിടുന്ന് മംഗലാപുരത്തേക്ക് ബസ് എത്ര സമയം എടുക്കും? അപ്പൊ ലോകത്തിലെ എല്ലാ സ്ഥലവും നിങ്ങൾ പറഞ്ഞാൽ എത്രയായി? നിങ്ങളെ വീട്ടിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം സമയം എടുക്കും ഇല്ലേ? How long the bus will take to Mangalore? How long the train will take to Trivandrum? How long the flight will take from Mangalore to Bombay? കണ്ടോ, ഫ്ലൈറ്റ് എത്ര സമയം എടുക്കും? അപ്പൊ ലോങ് ഇൻഡിക്കേറ്റ് എന്താണ്? സമയം എത്രയാണ് ചോദിക്കുക. എത്രയെങ്കിലും സ്ഥലത്തിന്റെ പേരിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജന്മം തീരുന്നവരെ എഴുതിയാൽ ഈ ഒറ്റ സെന്റൻസ് തീരുന്നു. അത്തരം ഒരു മെത്തേഡ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ ഷോക്ക്, നോ ഡൗട്ട് യു ക്യാൻ റിയലി definitely 100%, not more than 95%, definitely attain the capacity to communicate. ഓക്കെ. അടുത്ത ഒരു വേർഡും കൂടി എടുക്കാനാണ്. അതായത് ഹൗ, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്. ഹൗ, ഹൗ മച്ച്, ഹൗ ലോങ്. തന്നെ ഞാൻ എടുക്കുന്നത് ഫാർ. ഫാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡിസ്റ്റൻസ് അല്ലേ. ഇവിടുന്ന് അവിടത്തേക്ക് എത്ര ദൂരമുണ്ട് അല്ലേ. ഹൗ ഫാർ. How far is from here to Calicut? ഇവിടുന്ന് കാലിക്കറ്റിലേക്ക് എത്ര ദൂരമുണ്ട്? അപ്പൊ നിങ്ങൾ എന്താ പറയാ? ഒരു ഉത്തരം പറയില്ലേ? ഒരു 500 കിലോമീറ്റർ, 200 കിലോമീറ്റർ, 150 കിലോമീറ്റർ. How far is from here to Bombay? അതിപ്പോ നിങ്ങൾ 2 ദിവസത്തെ യാത്രയുണ്ട് ഇല്ലേ? How far is from here to your house? നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര സമയം എടുക്കുമോ?
ഹൗ ഫാർ ഇസ് ഫ്രം ഹിയർ ടു, ഇങ്ങനെ എത്രയെങ്കിലും ഹൗ ഫാർ വെച്ചിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഹൗ മച്ച്, ഹൗ ലോങ്. ലോങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൗ ലോങ് ദ ബസ് വിൽ ടേക്ക് ടു മാംഗ്ലൂർ, ടൈം ഇൻഡിക്കേറ്റ് ആണ്. ഫാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ അതിനെല്ലാം ബ്രാക്കറ്റ് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് വി മസ്റ്റ് ഹാവ് ഇനിഷ്യലി. അത് ഒരു സംശയമില്ല, അത് ഒരു പസ്ലിങ്ങും ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഹൗ ഫാർ. അപ്പൊ ഫാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡിസ്റ്റൻസ്. വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്, റേഷൻ കടയിലേക്ക് എത്ര ദൂരമുണ്ട്, മെഡിക്കൽ ഷോപ്പിലേക്ക് എത്ര ദൂരമുണ്ട്, നിങ്ങളെ സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്, നിങ്ങളെ സ്ഥാപനത്തിലേക്ക് ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട്, ഇതെല്ലാം എന്താ പറയുന്നത്? ഹൗ ഫാർ ഈസ് ഫ്രം ഹിയർ ടു യുവർ ഓഫീസ്, ഹൗ ഫാർ ഈസ് ഫ്രം ഹിയർ ടു റെയിൽവേ സ്റ്റേഷൻ, ഹൗ ഫാർ ഈസ് ഫ്രം ഹിയർ ടു യുവർ ഓഫീസ്. അത് നമ്മളാണ് സ്ഥലത്തിന്റെ പേരിട്ടാലോ, ഓടി അല്ലേ. ഹൗ ഫാർ ഈസ് ഫ്രം ഹിയർ ടു Calicut, how far is from here to Trivandrum, how far is from here to Bombay, how far is from here to Calcutta. ഇങ്ങനെയായില്ലേ? അപ്പൊ തീരുവോ പാചകം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് പഠിക്കുന്ന മെത്തേഡ്. അല്ലാതെ 50 ചോദ്യവും 100 ചോദ്യവും ഇന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. ദാറ്റ് ആർ നോട്ട് ദ കറക്റ്റ് മെത്തേഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ക്വസ്റ്റ്യൻ വേർഡ് കുറച്ച് കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മുഴുവൻ ചോദ്യം തരും, മുഴുവൻ ചോദ്യം. അപ്പൊ ഹൗ, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്. ഒന്നും കൂടി ഇന്ന് തരാം. 5 വേർഡ് ഞാൻ ഇങ്ങനെ തരാൻ അറ്റ് എ ടൈം ആർക്കും പെട്ടെന്ന് അത് ഫീഡ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ഒരു ഒരു സ്റ്റുഡൻസിന്, പഠിതാക്കൾക്ക് അത് മനസ്സിലാകുന്ന തരത്തിലും അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി അവർക്ക് തിന്നാൻ പോകുന്നതല്ലേ നമ്മൾ പഠിപ്പിട്ടുണ്ട്. തിന്നാൻ കഴിയുന്നതല്ലേ ഭാഗം വിഷയമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് ഒരു വേർഡ് കൂടി ഞാൻ തരാം. ഹൗ ഒന്നുകൂടി എഴുതി വെക്കുക. ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്. ഇത് ഞാൻ 5ാമത്തെ വേർഡ് തരുന്നത്. 6 വേർഡാണ് ഹൗ വെച്ചിട്ട് വരുന്നത്. അത് ഒരു വേർഡ് ഞാൻ നാളെ എടുക്കും. ഇന്ന് ഞാൻ എടുക്കുന്നത് ഹൗ, ഹൗ ഫാർ, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ മെനി. മെനി എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെനി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? എത്ര, നമ്പേഴ്സ്. എത്ര ആളുണ്ട് നമ്മൾ ചോദിക്കില്ല. 10 ആളുണ്ട്, 15 ആളുണ്ട്, 20 ആളുണ്ട് എന്ന് പറയുന്നില്ലേ? ഹൗ മെനി മെമ്പേഴ്സ് ആർ there at the meeting? How many students are there in your class? How many boys are there in your class? How many girls are there in your class? How many are taking food? How many are running? How many are standing outside? How many are sitting aside? ആര് പിടിയിട്ടില്ലേ? അതായത് ഹൗ മെനി ചോദിക്കുന്നത് എത്ര എണ്ണം. How many girls are standing outside? How many boys are standing outside? How many MLAs attended for the party meeting? How many ministers attended the... അവിടെ എത്ര മന്ത്രിമാരെത്തിൻ്റെ, ഇതെല്ലാം നമ്മൾ എത്ര എണ്ണം ചോദിക്കുന്നതിന് എല്ലാം നമ്മൾ പറയുന്നത് മെനിയാണ്. അപ്പൊ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 5 ക്വസ്റ്റ്യൻ വേർഡ് കൃത്യമായിട്ടുള്ള ഉദാഹരണം തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതിയിട്ട് സ്വന്തമായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹക്കാർ കുറച്ച് സമയമൊക്കെ ചിലവാകും. അപ്പൊ അത് ചിലവാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി to attain the capacity to communicate easily and naturally by using the language, no doubt such an assurance I can give. And those who are attending before me as learners, definitely they will attain the capacity to communicate in English. Okay? Suppose see you. Best of luck. Again, we can meet in the next class.